അവരെല്ലാവരും മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള മുന്നണിയിൽ ചേരും എന്നതാണ് ഒരു DCC പ്രസിഡൻ്റാണ്. അതായത് ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്തിൻ്റെ DCC പ്രസിഡൻ്റാണ്. UDF തന്നെ ബോധ്യപ്പെട്ടു വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ തിരിച്ചടി ഏൽക്കാൻ പോവുകയാണ് UDF എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ 14 DCC ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട DCCയുടെ പ്രസിഡന്റ് തന്നെ അത് പറയുന്നത്. ഈ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. അതായത് ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്ത ചരിത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ ആധികാരികമായിട്ടുള്ള വിജയം. UDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ആയിരിക്കും വിജയിക്കുക. LDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ UDF ആയിരിക്കും വിജയിക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം LDF സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു രീതിയാണ്, രേഖകളൊക്കെ കാണിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനാണ് ആ പരാതി കൊടുക്കേണ്ടത്. ഏതെങ്കിലും വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഇലക്ഷൻ കമ്മീഷനാണ്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് വയ്ക്കുന്നത് പൂർണ്ണമായും ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയാണ്. നേഷൻ ഫെസ്റ്റിലെ നമ്മുടെ ഇന്നത്തെ അതിഥി അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നമ്മുടെ മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് തദ്ദേശ സ്വയംഭരണ വോട്ടർ പട്ടിക ഇറങ്ങിയിരിക്കുന്നത് അതിൽ വൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. സർക്കാരിന് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ബീഹാറിൽ നടത്തിയതുപോലെ അല്ലെങ്കിൽ ബീഹാറിൽ ഉണ്ടായതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ വരെ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളത്, അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാം. ഇവിടെ വാർഡുകളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും ആദ്യം മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. നിശ്ചിതമായിട്ടും അതിൻ്റെ വീടുകളുടെ എണ്ണം, ജനസംഖ്യ വച്ചുകൊണ്ട് വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു പൊതു മാനദണ്ഡമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായി കോർപ്പറേഷനിൽ ഇത്ര വാർഡുകൾ വർദ്ധിക്കും, മുനിസിപ്പാലിറ്റികളിൽ ഇത്ര വാർഡ് വർദ്ധിക്കും, പഞ്ചായത്തുകളിൽ ഇത്ര വാർഡ് വർദ്ധിക്കും എന്ന രൂപത്തിൽ കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡം ഇറക്കി അതിൻ്റെ ഭാഗമായിട്ട് വാർഡുകളുടെ പുനർനിർണയം നടത്തി. ആ പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അത് നിശ്ചയിച്ചിട്ടാണ് പബ്ലിഷ് ചെയ്യുക. അത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ ആർക്ക് വേണമെങ്കിലും ഒബ്ജക്ഷൻ രേഖപ്പെടുത്താം. ഇന്ന വീടുകൾ ഇന്ന വാർഡിൽ ഉൾപ്പെടുത്തിയത് ഈ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കരട് വരുമ്പോൾ തന്നെ ഒബ്ജക്ഷൻ രേഖപ്പെടുത്താം. ആ ഒബ്ജക്ഷൻ കൂടി സ്വീകരിച്ച് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള അപ്പീലുകളെല്ലാം സ്വീകരിച്ചിട്ടാണ് അതിൽ ഫൈനലൈസേഷൻ വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്ത അപ്പീൽ ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കാതെ വന്ന സാഹചര്യത്തിൽ നിരവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ അവിടുത്തെ വോട്ടർമാർ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർഡുകളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിദ്ധീകരിച്ച മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ വാർഡുകളുടെ പുനർനിർണയം നടന്നത് എന്ന ചോദ്യമാണ് അവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇപ്പോൾ വോട്ടർ പട്ടിക പുറത്തു വന്നു. അപ്പോൾ ഓരോ കരട് പ്രകാരം അംഗീകരിക്കപ്പെട്ട വാർഡുകളിലുള്ള വോട്ടർമാരുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് പെട്ടിട്ടില്ല എങ്കിൽ, അനധികൃതമായി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം വരുന്ന 7-ാം തീയതി വരെ, ഓഗസ്റ്റ് മാസം 7-ാം തീയതി വരെ അവർക്ക് വോട്ട് ചേർക്കാം, ഒബ്ജക്ഷൻ കൊടുക്കാം, നീക്കം ചെയ്യാം. മരണപ്പെട്ടവരുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത് നീക്കം ചെയ്യാം. അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി സുതാര്യമായി തന്നെ ഭരണഘടനാപരമായി നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് നേരിട്ടൊരു റോളില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ, ആ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും കൃത്യമായി ഭരണഘടനാപരമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന, പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സമിതി തന്നെയാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം, വിട്ടുപോയ പേരുകൾ ഉൾപ്പെടുത്താം, അനധികൃതമായി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത് നീക്കം ചെയ്യാം. അതിനെല്ലാം നേരത്തെ തന്നെ നോട്ടിഫൈ ചെയ്ത് കൃത്യമായിട്ട് സമയപരിധി കൊടുത്തിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു പഞ്ചായത്തിൽ വാർഡുകൾ പുനർനിർണയിച്ചതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നം, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഹൈക്കോടതിയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഏറ്റവും സുതാര്യമായിട്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും തൊഴിലുമാണ്.
മറ്റൊന്നും ഉന്നയിക്കാൻ കിട്ടാതെ വരുമ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന രൂപത്തിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നദിക്കരയുടെ അപ്പുറത്തേക്കൊരു വിഭാഗം അല്ലെങ്കിൽ ഇപ്പുറത്തേക്കൊരു വിഭാഗം ആ ഒരു രീതിയിൽ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടവരെ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് കടന്നത്. ഇതേപോലെ ഒരു പണ്ട് പരാമർശമുണ്ടായ ഒരു കാര്യമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നപ്പോൾ അടൂർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇതേപോലെ ഒരു പരാമർശം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ മിക്ക ആൾക്കാരും അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടവരെ മാത്രമാണ് ആ വോട്ടർ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന രീതിയിൽ നമ്മളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇല്ല എന്നത് അവിടെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നതൊരു പരാമർശം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആരോപണം ആർക്കും ഉന്നയിക്കാം. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഒരു പ്രധാനപ്പെട്ട കേസിൽ ശ്രീ മാത്യു കുഴൽനാടൻ MLA ചോദിച്ചല്ലോ, രേഖ എവിടെ, തെളിവ് എവിടെ? ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം, പക്ഷെ വസ്തുതയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വാർഡുകളിൽ ആ വാർഡുകളിൽ താമസക്കാരല്ലാത്ത മറ്റു മേഖലകളിൽ താമസിക്കുന്ന ഇപ്പോൾ ഇന്ന വ്യക്തികൾ ABC വച്ചുകൊണ്ട് ഇന്ന വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ വസ്തുതാപരമായിട്ടുള്ള ആരോപണമാണെങ്കിൽ ബന്ധപ്പെട്ട ഘടകം അത് പരിശോധിക്കേണ്ടതാണ്. ഇതിപ്പോൾ ഒരു ഓടെ വെടിവെക്കുകയാണ്. റോഡുകൾ, തോടുകൾ, മേൽപ്പാലങ്ങൾ, അങ്ങനെ കൃത്യമായിട്ടുള്ള അതിർത്തി ഓരോ വാർഡിനുമുണ്ട്. അതുപോലെ തന്നെ ജനസംഖ്യ ഇത്ര വരെ ആകാവൂ, പഞ്ചായത്തിലെ ടോട്ടൽ ജനസംഖ്യ എത്ര, അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് വാർഡുകളുടെ എണ്ണം എത്രയാണ് വർദ്ധിപ്പിക്കേണ്ടത്. ഇപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്താണ്. 19 വാർഡുകളാണ് ഉള്ളത്, അത് 21ആയി. അപ്പോൾ അതനുസരിച്ച് ജനസംഖ്യയുടെ കൃത്യമായിട്ടുള്ള വിതരണമാണ് നടക്കുക. ഇതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള അവസരമുണ്ട്, അവരുടെ വാദം സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടിക ഫൈനൽ രൂപം കൊടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി ഉൾപ്പെട്ടിട്ടുണ്ടോ, ചില ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ, അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ജൂലൈ മാസം 23 മുതൽ ഓഗസ്റ്റ് മാസം 7 വരെയുള്ള സമയം. ആ സമയത്ത് ആ കടമയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർവഹിക്കേണ്ടത്. ഇപ്പോൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നവർ, വീട് മാറി താമസിക്കുന്നവർ, പുതുതായിട്ട് വന്ന വില്ലകൾ, ഫ്ലാറ്റുകൾ, അങ്ങനെ സമൂഹത്തിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഗ്രാമങ്ങൾ നഗരമായി മാറുക. വില്ലകളിൽ തന്നെ ഇപ്പോൾ 500-600 ഫാമിലികളുള്ള വലിയ ഫ്ലാറ്റുകളുണ്ട്. വില്ലകളിലും അത്തരത്തിൽ താമസക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനാധിപത്യത്തെ കൂടുതൽ ജനകീയമാക്കാൻ, സുതാര്യമാക്കാൻ, വിട്ടുപോയ വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ അവരുടെ ജനാധിപത്യ അവകാശം നിർവഹിക്കാനുള്ള ഒരു പ്രേരണ കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ടർ പട്ടിക പേര് ചേർക്കുക. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ തെറ്റുകൾ ഇലക്ഷൻ കമ്മീഷന് വന്നിട്ടുണ്ടോ അത് ചൂണ്ടിക്കാണിച്ച് രേഖകൾ, വസ്തുതകൾ വെച്ച്, ഫാക്സ് വെച്ച്, തെളിവുകൾ വെച്ച് അത് തിരുത്താനുള്ള ശ്രമമാണ് എല്ലാവരും നടത്തേണ്ടത്. അദ്ദേഹം കുറേയധികം തെളിവുകളും പേപ്പറുകളുമായിട്ട് തന്നെയായിരുന്നു ഇപ്പോൾ നിലവിലെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ ഇവിടെ ജയിക്കില്ല എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഇത്തരം വോട്ടേഴ്സിനെ കുറയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു തിരിമറി കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റിൻ്റെ ഒരു ഫോൺ സന്ദേശം പുറത്തു വന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF അമ്പേ പരാജയപ്പെടും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും UDF എന്നുള്ള സംവിധാനമേ ഇല്ലാതാകും. കോൺഗ്രസിൽ തന്നെയുള്ള പലരും പല പാർട്ടികളും ചേക്കേറും. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകും. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കം ലീഗിലുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ അവരെല്ലാവരും മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള മുന്നണിയിൽ ചേരും എന്നതാണ് ഒരു DCC പ്രസിഡന്റാണ്, അതായത് ഭരണസിരാകേന്ദ്രമായ തിരുവനന്തപുരത്തിൻ്റെ DCC പ്രസിഡന്റാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. UDFൻ്റെ ഒരു നേതാക്കന്മാരും അതിനുശേഷം ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതായത് UDFന് തന്നെ ബോധ്യപ്പെട്ടു വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ തിരിച്ചടി ഏക്കാൻ പോകുകയാണ് UDF എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ 14 DCC ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട DCCയുടെ പ്രസിഡന്റ് തന്നെ അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തോൽവി, ആ തോൽവിയുടെ കാരണം ഇന്നതൊക്കെയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞ് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന രീതിയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ചരിത്രമുണ്ട്. അതായത് ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് എതിരെ വോട്ട് ചെയ്ത ചരിത്രമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ ആധികാരികമായിട്ടുള്ള വിജയം. UDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ആയിരിക്കും വിജയിക്കുക. LDF ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ UDF ആയിരിക്കും വിജയിക്കുക. എന്നാൽ 2016 മുതൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാം പിണറായി സർക്കാർ തുടരുമ്പോഴാണ് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നത്. സ്വാഭാവികമായും കേരളത്തിൻ്റെ ചരിത്രം അനുസരിച്ച് വരുമ്പോൾ UDF ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത്. എന്നാൽ
6 കോർപ്പറേഷനിൽ 5 കോർപ്പറേഷനും LDF വിജയിച്ചു. 14 ജില്ലാ പഞ്ചായത്തിൽ 12 ജില്ലാ പഞ്ചായത്തും LDF വിജയിച്ചു. 946 ഗ്രാമപഞ്ചായത്തിൽ 600-ലധികം ഗ്രാമപഞ്ചായത്ത് LDF വിജയിച്ചു. ബ്ലോക്ക് മുനിസിപ്പാലിറ്റിയും LDF ആധികാരികമായിട്ടുള്ള വിജയം നേടി. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ 5 തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും LDF കേരളം ഭരിക്കുമ്പോൾ LDF വൻ വിജയം നേടി. ആ ഒരു സാഹചര്യം ഒരു ചരിത്രം സൃഷ്ടിക്കലായിരുന്നു. ആ ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഭരണ തുടർച്ചയിലേക്ക് 2021 പോയത്. ഒരു 3-4 മാസത്തെ ഗ്യാപ്പല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള. ഇപ്പോൾ ഒരു സമാനമായിട്ടുള്ള ആ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം LDF സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന ഒരു രീതിയാണ്. രേഖകളൊക്കെ കാണിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനാണ് ആ പരാതി കൊടുക്കേണ്ടത്. ഏതെങ്കിലും വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഇലക്ഷൻ കമ്മീഷനാണ്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് വയ്ക്കുന്നത് പൂർണ്ണമായും ഒരു മുൻകൂർ ജാമ്യ അപേക്ഷയാണ്. സർ ഇപ്പോൾ പറഞ്ഞില്ലേ അന്നത്തെ ആ ഒരു ഒരുമിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം മാറ്റി കുറിക്കുകയായിരുന്നു 2016 നടന്നത്. പക്ഷെ അന്ന് ആ ചരിത്രം മാറ്റി കുറിക്കുന്ന സമയത്ത് പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ അപ്പുറത്തേക്കും കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2021 ആയപ്പോഴത്തേക്കും ആ ഒരു ഭരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയം നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഡിഫൻസിൻ്റെ പ്രകാരമാണെങ്കിലും പ്രളയമാണെങ്കിലും നിപ്പയാണെങ്കിലും കൊറോണ വൈറസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയം കൂടിയായിരുന്നു കേരളം. ആ ഒരു സമയത്ത് ആ ഒരു സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നില്ലേ? അത് നമ്മൾ തന്നെ അറിയുന്നുണ്ട്. ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ ഒരു പ്രശ്നമാണെങ്കിലും അതേപോലെ കണ്ണൂരാണെങ്കിലും ഓരോ സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിലും അവിടെ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ആ ഒരു പാർട്ടിക്കുള്ളിൽ ഈ നേരത്തെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന പഞ്ചായത്തുകൾക്കുള്ളിൽ നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നുണ്ടോ, ആ കൃത്യമായിട്ട് വാക്ക് പാലിച്ച് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് 600 കാര്യങ്ങളാണ് LDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത്. അത് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ആദ്യം നിപ വൈറസ്, പിന്നെ ഓഖി ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം. ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ, മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇപ്പം മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത, അതുപോലെ തന്നെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണം, ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ രൂപത്തിൽ സ്വർണം കടത്തി എന്നുള്ള ആരോപണം, ഖുറാൻ്റെ ഉള്ളിൽ വെച്ച് സ്വർണം കടത്തി എന്ന ആരോപണം, ലൈഫ് പദ്ധതിയുടെ പേരിൽ വടക്കാഞ്ചേരിയിൽ ED വരുന്നു, CBI വരുന്നു, നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വലിയ ആക്രമണം മറുഭാഗത്ത്. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളി, ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ഒരു പ്രശ്നം നമുക്കറിയാം 2019-20 ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അതായത് പ്രകൃതി ദുരന്തം അടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിക്കാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി അത് ജനങ്ങളുടെ മുന്നിലേക്ക് പരിശോധനയ്ക്ക് കൊടുത്ത LDF ഗവൺമെൻറ് മുന്നോട്ട് പോയ 600 കാര്യങ്ങളിൽ 590 കാര്യങ്ങളും നടപ്പാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ആ സമയത്താണ് ഭരണ തുടർച്ചയിലേക്ക് വന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഭരണ തുടർച്ച. അന്ന് 900 കാര്യങ്ങളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്തത്. ഒരു നവകേരളം സൃഷ്ടിക്കണം, ഒരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ കേരളത്തെ മാറ്റണം. ഇപ്പോൾ 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23 പുറത്തിറക്കി. ഈ 900 കാര്യത്തിൽ 729 കാര്യങ്ങൾ നടത്തി പൂർത്തീകരിച്ചിരിക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഒന്ന്, അടിസ്ഥാന വികസന രംഗത്ത്, പശ്ചാത്തല വികസന രംഗത്ത് വരുന്ന കുതിപ്പ്. നമുക്കറിയാം ദേശീയപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, 50,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറിയത്, അതുപോലെ നിരവധി വികസനം, 90,000 കോടി രൂപയുടെ കിഫ്ബി വികസന പ്രവർത്തനം. മറ്റൊന്ന്, നമ്മുടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ. വലിയ പ്രതിസന്ധി ഉണ്ടായി. 6-7 മാസം പെൻഷൻ കുടിശ്ശിക വന്നു. അതിനെല്ലാം തരണം ചെയ്തു. ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശികയാണത്. ഇപ്പോൾ ഈ മാസത്തെ ഇന്ന് വിതരണം ചെയ്ത് തുടങ്ങി. അപ്പോൾ 1,600 രൂപ വീതം 64 ലക്ഷം പേർക്ക് 992 കോടി രൂപയാണ് ഒരു മാസം വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ സാമൂഹ്യക്ഷേമ രംഗത്ത് നടത്തുന്ന ഇടപെടൽ, അതോടൊപ്പം തന്നെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റാൻ, ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ ഉറപ്പുവരുത്താൻ, ലോകത്തെവിടെയും കിട്ടുന്ന ജോലി കേരളത്തിലിരുന്ന് ഉറപ്പുവരുത്താൻ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഹബ്ബായിട്ട് നമ്മുടെ നാടിനെ മാറ്റാൻ, എല്ലാ വ്യവസായ സംരംഭങ്ങളെയും കേരളത്തിലേക്ക് യാതൊരു നിയന്ത്രണമില്ലാതെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറിയ പരാധീനതകളും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ പറയുന്നത് പോലെ ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും ദീർഘമായിട്ടുള്ള ഒരു ലക്ഷ്യം കേരളത്തെ ഒരു വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് വളർത്തുക എന്നതാണ്. അതിൽ നമ്മുടെ ഗവൺമെൻറ് വിജയിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വൻ നേട്ടം നമുക്ക് നേരത്തെ തൊട്ടുണ്ട്.
കാരണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടം. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആ നേട്ടങ്ങളെ നമുക്ക് തുടർച്ചയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ ആരോപണം. നമ്മുടെ കുട്ടികളെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിന് പുറത്തേക്ക് പോവുകയാണ് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഈ രാജ്യത്ത് നിന്ന് കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ ശതമാനം എടുത്തു നോക്കിയാൽ, ഇപ്പം സംസ്ഥാനങ്ങളുടെ വലിപ്പം അനുസരിച്ച് എണ്ണം വ്യത്യാസം വരും, ശതമാനം എടുത്തു നോക്കിയാൽ ആദ്യത്തെ 10 സംസ്ഥാനത്തിൽ നമ്മുടെ കേരളം ഇല്ല. 10 താഴെയാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. ആദ്യത്തെ 13 യൂണിവേഴ്സിറ്റികളിൽ 3 നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ്. 9ാം സ്ഥാനം കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനം കുസാറ്റ്, 11ാം സ്ഥാനം MG യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 100 കോളേജുകളെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിൽ 20 കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ കോളേജുകളുടെ ലിസ്റ്റ് വന്നപ്പോൾ 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജിനാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റം, അതിൽ ഏറ്റവും വലിയ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുഹൂർത്തം, നമ്മളെ എതിർക്കുന്നവർ വരെ സത്യസന്ധമായി ചിന്തിച്ചാൽ അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത് 81 ലോകരാജ്യങ്ങളിലെ 2620 കുട്ടികളാണ്. ഇപ്പോൾ ലോക ഭൂപടം എടുത്ത് നോക്കിയാൽ നമുക്ക് 180-185 രാജ്യങ്ങളെ കാണാൻ കഴിയുക. അതിൽ 81 രാജ്യങ്ങളിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു എന്നുള്ള ചെറിയ കാര്യമാണോ? ഇപ്പം കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ 60ഓളം രാജ്യങ്ങളിലെ 1879 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ 980 കുട്ടികൾ വിദേശ വിദ്യാർത്ഥികളാണ്. അപ്പോൾ വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്നു. ഇത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, 2 വർഷം മുമ്പ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. എന്താ 28ാം സ്ഥാനം? 28 സംസ്ഥാനങ്ങളിൽ പുറകിൽ നിന്ന് 1ാമത്. കഴിഞ്ഞ വർഷം അത് 15ാം സ്ഥാനമായി. ഈ തവണ അത് 1ാം സ്ഥാനമായി. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ അടക്കം വൻകിട സംരംഭകർ ഈ കേരളത്തിൽ മുതൽ മുടക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇന്നിപ്പോൾ കുസാറ്റിൽ വെച്ച് മുൻ മന്ത്രി തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു യോഗം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 20 ലക്ഷം വീട്ടമ്മമാരുണ്ട് കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ട്. കാരണം 3.5 കോടി ജനങ്ങളിൽ 20 ലക്ഷം വീട്ടമ്മമാർ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, കുട്ടികളുടെ പഠനമായി മറ്റ് ജോലിക്ക് പോകുന്നില്ല. അതിന് ഇളയ കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ സമയത്താണ് പിന്നെ അവരൊന്ന് ഫ്രീ ആവണത്. ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അന്നേരം അവർക്ക് ഡിഗ്രിയും PG ഉണ്ടെങ്കിലും ഒരു പ്രത്യേക മേഖലകളിൽ വൈദഗ്ധ്യമില്ല, സ്കിൽഡ് അല്ല. അത്തരത്തിൽ അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പല സ്ഥലത്തും ജോലിയായി, പിന്നെ ഒരു മനസ്സിനൊരു നിരാശ. അങ്ങനെയുള്ള വീട്ടമ്മമാരുണ്ട്. അത്തരം വീട്ടമ്മമാരെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റും. ഇപ്പം 3 മാസത്തെ കോഴ്സ് മതി, 6 മാസത്തെ കോഴ്സ് മതി. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വൻകിട വ്യവസായ സംരംഭകർക്ക്, ഓൺലൈൻ വ്യാപാര മേഖലയിലുള്ളവർക്ക് ഏതെല്ലാം തരത്തിലുള്ള എക്സ്പെർട്ടുകളെയാണോ വേണ്ടത്, തൊഴിലാളികൾ എന്ത് വൈദഗ്ധ്യമാണ് അവർ ആവശ്യപ്പെടുന്നത്, അതേ വൈദഗ്ധ്യമുള്ളവരെ മുഴുവൻ വീടുകളിലും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായി ഒരു നോളജ് മിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി 9 ഏജൻസികളെ തിരഞ്ഞെടുത്തു. അവർ കൃത്യമായി തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും, സ്കിൽഡ് ആകണം, വൈദഗ്ധ്യം ഏതെങ്കിലും മേഖലയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും വൈദഗ്ധ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അവലോകന യോഗമാണ് നടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത്, പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അവരെ എതിർക്കും, അവർക്ക് അവരുടെ ഡ്യൂട്ടി അതാണ്. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ, ഭരണത്തിനെതിരായിട്ടൊരു വാർത്തകൾ നിരന്തരം പ്രക്ഷേപണം സൃഷ്ടിക്കുന്ന സാഹചര്യവും കാണാം. പക്ഷേ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഈ 9 വർഷമായി കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഒരു 100ഓളം മേഖലകളിൽ കേരളം 1ാമതാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും വിദേശത്തെ പല ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിങ്ങും അവലോകനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള അവാർഡ് വിതരണവും എല്ലാം നമ്മൾ കാണുകയാണ്. കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മറ്റു മേഖലകളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ വിഴിഞ്ഞമടക്കം കല്ലിട്ടുപോയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദർഷിപ്പ് വരുന്ന തുറമുഖമായിട്ട് മാറിയത് നാം കാണുകയാണ്. അത്തരത്തിൽ നിരവധി സംരംഭങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, പുതിയ ആശയങ്ങൾ ഈ കേരളത്തിൽ നടപ്പാക്കുന്നു. അതിനുവേണ്ടി എല്ലാ വകുപ്പുകളും മത്സരിക്കുന്നു. അപ്പം അതിനിടയിൽ ഇത്തരത്തിലുള്ള എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ ഉൾക്കൊള്ളും. ആ വിമർശനങ്ങളുടെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഏതെങ്കിലും മേഖലയിൽ പോരായ്മയുണ്ടോ അത് തിരുത്തുന്ന പ്രവർത്തനമാണ് ഈ വരുന്ന 9 മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ മാറ്റം വന്നിരിക്കുന്നു. ആ മാറ്റം തുടർച്ചയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഓക്കെ സാർ, അങ്ങനെ ഒരു മാറ്റം ഇനിയും ഈ ഒരു 9 മാസത്തിൽ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നന്ദി. യെസ്.